അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവുകയാണ്. 4 കൊല്ലമായി ഞാൻ അവളെ കണ്ടിട്ട്. അപ്പോൾ 4 കൊല്ലത്തിന് ശേഷം ഞാൻ അവളെ കാണാൻ പോവുകയാണ്. അതിനൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ. 4 കൊല്ലത്തിന് ശേഷം കാണുകയാണ്. അപ്പോൾ ഒത്തിരി ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ 2 പേരും അങ്കലവാടി തൊട്ടേ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. അവളുടെ വർക്കൊക്കെ ആയിട്ട് അവളും ബിസിയാണ്. അപ്പം അവൾ നാട്ടിൽ വരുമ്പോൾ ഞാനുണ്ടാവില്ല, ഞാൻ നാട്ടിൽ വരുമ്പോൾ അവളും ഉണ്ടാവില്ല. അങ്ങനെ ഇപ്പം 4 കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. ഞാൻ പോകുന്നു. അപ്പം അവൾ ബായിയൊക്കെ പറഞ്ഞ് വീട്ടിൽ പോവാണ്. ഇനി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വരെയുള്ള എല്ലാ വീഡിയോയിലും ഇനി ഇവളും കൂടെ കാണും. അവളോട് ബായി പറഞ്ഞ് ഞാനും വീട്ടിലേക്ക് നേരെ വെച്ച് പിടിക്കും. അപ്പോൾ അതാ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒരു ചായ കുടിച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ അവളെ വീട്ടിൽ പോയി. ഞാനിതാ വീട്ടിലെത്തി. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അങ്കിൾ ഊണുകാലായി വരും. ദേ ആ കഴുതെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരും. ദേ അയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരും. ദേ മറ്റയാളെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരും. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി വരും. ദേ പുള്ളിക്കാരനെ കൂടെ വിളിച്ചോളൂ. അങ്കിൾ ഊണുകാലായി പിന്നെ വിളിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ഒരു ഭാര്യയാവാൻ എത്ര ശ്രമിച്ചാലും എനിക്കാവില്ല. ഞാനൊരു അഹങ്കാരിയാണ്, അസൂയ നിറഞ്ഞവളാണ്. ഇത്രയുമൊക്കെ ആയ എന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പറയൂ, ടെൽ മീ. Still I love you. തമാശ കളിക്കരുത്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. ആടവിടെ? ആടിനെ ഞങ്ങള് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് പാർപ്പിച്ചേക്കുവാ. ഐ ഡോണ്ട് ട്രസ്റ്റ് യു ഗൈസ്. വേർ ഈസ് ഷീ? ആടവിടെ പാപ്പാനെ? അപ്പൊ നിന്റെ അമ്മയുടെ ആരുടെ വീട്ടിലടി പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു സ്ത്രീയെ പൊതുസ്ഥലത്ത് വെച്ച് തെറിവിളിക്കാൻ മാത്രം ആയോടാ നീ? യു മെയിൽ ഷോവിനിസ്റ്റ്, യു പ്രകൃതി വിരുദ്ധൻ. ഐ വിൽ ഷോ യു. നീ ഉറച്ചു നനഞ്ഞിടറി തൂവാതെ മായാതെ മനം പിടയുമൊരു നോടെ
അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്വന്തം ബന്ധങ്ങളുടെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും ഒക്കെ കഥ പറയുന്നൊരു മൂവിയാണ് വാഴ 2. എല്ലാവരും കാത്തിരുന്ന മൂവിയാണ് വാഴ 2. വാഴ 1 കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വാഴ 2 കാണണം. എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈലൈറ്റ് മാർട്ടിൽ 2 സീറ്റ് ബാക്കിയുണ്ടായിരുന്നു. അത് കിട്ടിയ ചാൻസിൽ ഞങ്ങൾ വേഗം ബുക്ക് ചെയ്ത്. മോളിൽ പോപ്കോണിൻ്റെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് പോപ്കോൺ വാങ്ങിയിട്ടാണ് കയറിയത്. ഇതൊക്കെ അവിടെ പിടിച്ച് വയ്ക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കയറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുവച്ചിട്ടായിരുന്നു. ഈ ഒരു മുതൽ പെട്ടെന്ന് കണ്ടപ്പോൾ ആരോ നിൽക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചു. ശരിക്കും രാത്രി 11:30 നമ്മളെ മൂവി ടൈം. അതുകൊണ്ട് മാളിലൊക്കെ മൂവി കാണാൻ വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ആരും അങ്ങനെ ഇല്ല. പിന്നെ ആ കാണുന്നില്ലേ, അതൊക്കെ കണ്ടിട്ട് എങ്ങനെ സഹിച്ച് നിൽക്കണമെന്ന് വെച്ചാൽ പിടിച്ച് നിൽക്കും. അല്ലെങ്കിലും നമ്മൾ നേരം വൈകിയിട്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ മൂവി തുടങ്ങിയെന്ന് വിചാരിച്ച് ഓടിച്ചെന്നപ്പോൾ സംഭവം തുടങ്ങിയിട്ടില്ല, കുഴപ്പമില്ല. അങ്ങനെ കാത്തിരുന്ന ടൈമാണ് വാഴ 2. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ എൻ്റെ ദൈവമേ. മൂവി തുടങ്ങി പകുതി കഴിയുമ്പോൾ നമ്മളെ കൊച്ചെറുക്കൻ ഉറങ്ങിയിട്ടുണ്ട്. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. തീർച്ചയായും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. ഇവിടെ ഒരുത്തന്നെ അത് കണ്ട് ചിരിക്കാൻ നിൽക്കുകയാണ്. പിന്നെ നമുക്കെല്ലാവർക്കും വേണ്ടി ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താണ്? ദൃശ്യം 3 ഇറങ്ങുന്നുണ്ട്. അതെന്നാണെന്ന് നിന്നോട് ചോദിക്കരുത്. അവർ കമ്മിങ് സൂൺ എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ. അതെന്നാണെന്നല്ലോ ഒന്നും എനിക്കറിയില്ല. നമ്മൾ വന്നപ്പോൾ കണ്ട മാളയിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല അവിടെ. ആ പോണത് അവിടെ സെക്യൂരിറ്റി ആട്ടോ. അത് മനുഷ്യ കുഞ്ഞാണ്. അവർ നമ്മളെ കണക്കാക്കില്ല. വേറെ ആരും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ വാഴ മൂവിയൊക്കെ കണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ബൈ, സീ യു. അതെ, എന്താ ചേച്ചി കുട്ടിക്കറിയോ? വടക്കേ ഇന്ത്യയിൽ ഒരു വീട്ടില് വീട്ടുകാരൻ്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതൊന്ന് സംസാരിച്ചു. എന്തോ വീട്ടുകാര്യം മതിയല്ലോ. അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കൊത്തി. അതെങ്ങനെ നിനക്കറിയാം? മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു. ഓ, അപ്പൊ എല്ലാം അറിയാം. പുറത്ത് നല്ല കാറ്റായതുകൊണ്ടാട്ടോ വരാന്ത കിടത്തുന്നേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിക്കല്ലേ. അയ്യോ, തല വെക്കാനായിട്ട് അടുത്ത റെയിൽവേ പാളയിലുള്ളൂ. സിസിലി ഒരു തലേനെ എടുത്തു കൊടുക്ക. ഓ, അതാണ്. ജസ്റ്റ് എ മൊമെന്റ്, ഞാൻ ഡേസിയോടൊന്ന് സംസാരിക്കട്ടെ. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് ഇരുന്നാ മതി. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. തനിക്ക് കാശ് എഴുതി തരാൻ ഞാനല്ലേ. ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ മതി. ഒരുമാതിരി ബൂർഷ ടോണിൽ എന്നോട് സംസാരിക്കരുത്. സംസാരിച്ചാണ് എന്ത് ചെയ്യുള്ളൂ? I'll chop your head off if you this come back. ഇംഗ്ലീഷ് ബ്ലഡി ഫൂൾ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യം എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5 പൈസ ഇല്ല. എടാ എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ, അവിടെ ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ. നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ് ഒന്നുമില്ലാലോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാൽ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ. അങ്ങനെ ഒരുപാട് കീന്ന് പോവണ്ട. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ. ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കഴുത? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെ പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? ചിഞ്ചു, നിനക്ക് ഐസ് വാട്ടർ വേണോ സർവത്ത് വേണോ? എനിക്ക് ഐസ് വാട്ടർ മതി. ചേട്ടാ, ഒരു ഐസ് വാട്ടർ, ഒരു സർവത്ത്. ടിൻഡു മോനെന്താ ഐസ് വാട്ടർ വേണ്ടാത്ത? ഓ, നമുക്ക് സർവത്ത് മതി. നീ ഐസ് വാട്ടർ കുടിച്ചോ, എനിക്കതാ സന്തോഷം. എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ. ശരിയായ പറ്റിക്കല് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതെന്താ? എന്റെ കയ്യിൽ 5 പൈസ ഉണ്ടെങ്കിൽ നീ ചത്തുപോട്ടെ. ഞാൻ ചത്തുപോട്ടെ എന്നല്ലേ? എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യം എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5 പൈസ ഇല്ല. എടാ എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഒന്ന് ചിരിച്ചേ.
ഒറ്റ ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. അവിടെ ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ. നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ് ഒന്നുമില്ലാലോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാൽ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ. അങ്ങനെ ഒരുപാട് കീന്ന് പോവണ്ട. ഈ വീട്ടിലെ ദാ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്. ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? എടി അത്താഴത്തിനേ മനുഷ്യൻ നാക്കിൽ വെക്കാവുന്ന വല്ലതും കാലാക്കാൻ നോക്ക്. ഇത്രയും നാളെ ഞാൻ ഉണ്ടാക്കിയിരുന്നൊക്കെ നാക്കിൽ തന്നെയല്ലേ വെച്ചിരുന്നേ. വല്ലാണ്ട് ഭരണം വേണ്ട കേട്ടോ. നിന്റെ പേരെന്താ? സുമേഷ്. ഞാൻ സുമേന്ന് വിളിക്കട്ടെ? ഓ സുമ. ഓ നിന്റെ പേരെന്താ? സുശീല. ഓ ഞാൻ സുശീലെന്ന് വിളിക്കട്ടെ? ഓ ന്യൂട്ടി ബേബി. ഞാൻ വിളിക്കുന്ന ഇഷ്ടം. കുഞ്ഞെ, എന്താണ് നിന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം? എന്റെ വ്ളോഗിന് ലൈക്ക് തരാത്തതും സബ്സ്ക്രൈബ് ചെയ്യാത്തതുമാണ്. ചാടിപ്പോവേ? ആര് ചാടിപ്പോയി? ഞാൻ നല്ല അന്തസ്സായിട്ട് നടന്നാ പോയത്. അല്ലാണ്ട് നട്ടപ്പാരിക്ക് കണ്ട വീട്ടിൽ കയറിയിട്ട് നാട്ടുകാർ പിടിച്ച് കെട്ടിച്ചല്ലേ എന്നെ. ചാടിപ്പോക്ക്. കുഞ്ഞിനെ ബാംഗ്ലൂരിൽ പോയി പഠിക്കണോന്ന്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണോന്ന്. കേരളത്തിലെല്ലാം ഊരി പഠിച്ചിട്ടും ബാംഗ്ലൂരിൽ പോവാ പഠിക്കാനാ. എന്താ എറിഞ്ഞു പൊട്ടിക്കാനോ? ഈ നാട്ടില് മൊത്തം അതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ടിരിക്കുക. ബാംഗ്ലൂരിൽ പോയി എറിഞ്ഞു പൊട്ടിക്കാനോ? മലയാളിയാ? മലയാളം അറിയോ? അറിയാം. ഞാൻ വിചാരിച്ചു ഹിന്ദിനിക്ക് ചന്തി മാത്രം അറിയൂന്ന്. ചാന്ദിനിക്ക് ഹിന്ദി മാത്രം അറിയൂന്ന്. കയ്യിൽ പോയി. തോമസ് ചേട്ടൻ നമ്മളെ അകത്താക്കുന്നതിന് മുമ്പ് ഇയാള് നമ്മളെ അകത്താക്കും. നമ്മളെ ഞാൻ അകത്തായ നീ അകത്താങ്ങനെ? ഞാൻ നിന്റെ പേര് പറഞ്ഞു കൊടുക്കില്ലേ? ഇന്നലെ നീ എന്താ പറയാണ്ട് ലീവ് എടുത്ത്? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടേനു. ഫോണിൽ കൂടെയാണോ ലീവ് ഉണ്ടാക്കണം? അല്ല, നിങ്ങളെ മുഖത്ത് നോക്കി എനിക്ക് പറയാനുള്ള ധൈര്യമില്ലാത്തോണ്ട്. അയ്യോ, സത്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് ലീവാക്കി. എന്ത് സാഹചര്യം? അല്ല, ഉമ്മേന്റെ പിറന്നാളേനു. അപ്പൊ വാപ്പ ലീവാക്കി. ഞാൻ ലീവാക്കിയില്ല, ഞാൻ വീട്ടിൽ ഒറ്റപ്പെട്ടു. മനസ്സിലാവാഞ്ഞോണ്ട് കുഴപ്പമില്ല. വരുന്നുണ്ടോ? ഞാൻ ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു. പഞ്ചാര വിറ്റു. നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു. നടന്നു കുഞ്ചു. പഞ്ചാര വിറ്റു. ആ ലാപ്ടോപ്പിൽ എന്റെ കൂടെ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചെന്തിനാ? അതാണ് നല്ല പറഞ്ഞു ഞാൻ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന്. ആ ഫോട്ടോ ഞാൻ എപ്പോ എടുത്തു വെച്ചാൽ എന്ത് ഉത്തരം പറയൂടാ കരുത്? അത് രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോകുമ്പോൾ തന്നോട് പറയണം. രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി തമ്മിൽ എന്താ ബന്ധം? മഹാത്മാഗാന്ധിയുടെ മോനല്ലേ രാഹുൽ ഗാന്ധി? അടിച്ച് ഫിറ്റായിട്ട് ഒന്ന് മാറിക്കേ. എന്തേ ഞങ്ങൾ വാങ്ങാൻ വന്നാ അങ്ങ് പുറകെ പോയി നിന്നേച്ചാ മതി. ഞാൻ വാങ്ങാൻ വന്നല്ല, ഒന്ന് അങ്ങോട്ട് പോട്ടെ.